ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ അർജുനെ കണ്ടെത്താൻ കർണാടകയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംഘവുമെത്തി. ശക്തമായ അടിയൊഴുക്കിലും ആഴത്തിലേക്ക് ചെല്ലാനുള്ള കഴിവും പരിചയസമ്പത്തും ഉള്ളവരാണിവർ. ഇതിന് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ സിജു കണ്ണനും ഒപ്പം സന്തോഷും ചേരുന്നുണ്ട്. ഇന്ന് പുലർച്ചെയാണ് കർണാടകയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംഘവും 8-അംഗ സംഘവും ഷിരൂരിലേക്ക് എത്തിയത്. രാവിലെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസിൻ്റെയും AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. യോഗത്തിൻ്റെ തീരുമാനങ്ങളും അല്പം മുമ്പ് മന്ത്രിമാർ വിശദീകരിക്കുകയും ചെയ്തു. പോൻറ്റൂൺ ഇന്ന് രാവിലെ എത്തിക്കുമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചതെങ്കിലും പക്ഷേ സാങ്കേതിക തടസ്സങ്ങൾ മൂലം കഴിഞ്ഞില്ല. പക്ഷേ ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനം നടപ്പിലാക്കുക തന്നെ വേണമെന്നാണ് മന്ത്രിമാർ യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയോടുകൂടി രാജസ്ഥാനിൽ നിന്നുള്ള പോൻറ്റൂൺ എത്തിക്കുമെന്നാണ് അല്പം മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ അറിയിച്ചത്. ഇത്തരം അപകട ഘട്ടങ്ങളിൽ നിസ്വാർത്ഥരായി എത്തുന്ന ഈശ്വർ മാൽപ്പയുടെ സംഘം അവിടെ എത്തുന്നത് വലിയ പ്രതീക്ഷയാണ്. ഈ രക്ഷാദൗത്യത്തിന് അർജുനെ കണ്ടെത്തുന്നതിനുള്ള നീക്കങ്ങൾക്ക് ശക്തി പകരുമെന്നാണ് വിലയിരുത്തുന്നത്. നിലവിൽ 20ഓളം മുങ്ങി മരണങ്ങളിൽ നിന്ന് 20ഓളം പേരെ രക്ഷപ്പെടുത്തി. 200ഓളം ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുരന്തമുഖങ്ങളിൽ പരിചയിച്ച് പ്രവർത്തന പരിചയമുള്ള അനുഭവ പരിചയമുള്ളവരാണ് ഈശ്വർ മാൽപ്പയുടെ സംഘം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നേവിയുടെ സംഘവും അവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ സിജു കണ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. സിജു കണ്ണൻ, ഈ 12-ാം ദിനത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത് കർണാടകയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും 8-അംഗ സംഘവും ഇവിടെ എത്തിയെന്നുള്ളതാണ്. അവർ ഈ പ്രവൃത്തികളിലേക്ക് നീങ്ങും എന്നുള്ളതുമാണ്. ഒപ്പം തന്നെ നേവിയുടെ സംഘവും അവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയോട് വന്ന വാർത്ത ഈ പോൻറ്റൂൺ എത്തിക്കുന്ന ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അത് മാറിക്കിട്ടി. ഉന്നതതല യോഗത്തിൻ്റെ തീരുമാനം നടപ്പിലാക്കുക തന്നെ ചെയ്യും. പോൻറ്റൂൺ എത്തിക്കുന്നതിനായി രാജസ്ഥാനിൽ നിന്നുള്ള പോൻറ്റൂൺ എത്തിക്കുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇന്ന് 12-ാം ദിനത്തിൽ അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ മറ്റു വിവരങ്ങൾ സിജു? 12-ാം ദിവസം മത്സ്യത്തൊഴിലാളികളുടെ സേവനം ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ ഈശ്വർ മാൽപ്പെ ഉടുപ്പി മാൽപ്പയിൽ നിന്നുള്ള ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. നാവികസേനയുടെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി 11 മണിക്ക് ശേഷം അവരുടെ നേതൃത്വത്തിൽ രക്ഷാദൗത്യം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഈ മുങ്ങി പരിശോധന നടത്തുന്നതിന് സാധ്യമാകുമെന്നാണ് ഇവർ പറയുന്നത്. കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലായി നേരത്തെ നടത്തിയ ഇടപെടലിൽ പരിശോധനകളിൽ 1000-ലധികം പേരെ കണ്ടെത്തുന്നതിന് സാധിച്ച സംഘമാണ്. അതുകൊണ്ട് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിലവിലെ ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് വളരെ ശക്തമാണെങ്കിലും പരിശോധന നടത്താൻ സാധ്യമാകുമെന്നാണ് നേരത്തെ അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ഏതായാലും നേരത്തെ അവർ പറഞ്ഞത് 11 മണിക്ക് ശേഷം തിരച്ചിൽ ആരംഭിക്കും എന്നാണ്. അവരുടെ ദൗത്യം അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാവികസേനയുടെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ സ്പോട്ട് മൺതിട്ടയോട് ചേർന്നുള്ള തൊട്ട് താഴെയുള്ള ഭാഗത്തായിരിക്കും പരിശോധന. ആ ഭാഗത്ത് മുഴുവൻ പരിശോധന നടത്തി പൂർത്തിയാക്കി ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ മറ്റ് സ്ഥലത്തേക്ക് പരിശോധന നടത്തൂ എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും MLA-മാരായ ലിൻഡോ ജോസഫ്, സച്ചിൻ ദേവ്, M വിജിൻ MLA കൂടി ഇന്ന് എത്തിയിട്ടുണ്ട്. മഞ്ചേശ്വരം MLA AK മഷറഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് എത്തി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി എത്തിയതിനു ശേഷം ഒരാവശ്യം മുന്നോട്ട് വെച്ചത് ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും ആ സാഹചര്യത്തിലും പരിശോധന തുടരണം, തെരച്ചിൽ തുടരണം എന്നുള്ളതാണ്. അത് അംഗീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തെരച്ചിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ നാവികസേനയുടെ കൂടുതൽ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും കേന്ദ്ര പ്രതിരോധ മന്ത്രിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു. ആ കത്തുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എത്തിയിട്ടില്ല. പോൻറ്റൂൺ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടൊരു തടസ്സമുണ്ട് എന്നാണ് ഇന്ന് രാവിലെ അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ആ തടസ്സം നീക്കി രാത്രിയോടുകൂടി എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. രാജസ്ഥാനിൽ നിന്നോ മറ്റോ ഉള്ള സംഘത്തെയാണ് എത്തിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ടഗ് ബോട്ട് സംവിധാനം എത്തിക്കുന്ന കാര്യം കൂടി പരിഗണനയിലുണ്ട്. പുഴയുടെ നടുവിൽ ഭാഗത്തായി നങ്കൂരം ഇട്ടുകൊണ്ട് നിൽക്കുന്നതിനും പരിശോധന നടത്തുന്നതിനും സാധ്യമാകുന്ന ടഗ് ബോട്ട് സംവിധാനം എത്തിക്കുന്ന കാര്യം കൂടി പരിഗണനയിലുണ്ട്. അതോടൊപ്പം തന്നെ കദംബ നേവൽ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഇവിടെയുള്ള നേവൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുന്നത്. കൂടുതൽ
നല്ല രീതിയിലുള്ള മികച്ച രീതിയിലുള്ള പരിശോധനകൾ നടത്താൻ ആവശ്യമായ സംവിധാനം ഇന്ത്യയിലെ ഏതെങ്കിലും നേവൽ ബേസുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ആ സേവനം പ്രയോജനപ്പെടുത്തണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാന നാവിക കേന്ദ്രങ്ങളിൽ ഇതിനേക്കാൾ മികച്ച രീതിയിലുള്ള വൈദഗ്ധ്യമുള്ള സംഘമുണ്ടെങ്കിൽ അവരുടെ സേവനം കൂടി ഈ തിരച്ചിലിന്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തണമെന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം പുഴയിലെ തിരച്ചിലിൽ പ്രധാനമായും നാവികസേനയുടെ സേവനമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകളിലേക്കാണ് ദിവസത്തിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയുന്നത്. ഇനി മനുഷ്യ സഹജമായ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. നിലവിൽ മണ്ണ് നീക്കുന്നതിനായി ബൂം എക്സ്കവേറ്റർ അടക്കമുള്ളവ കഴിഞ്ഞ 2 ദിവസം ഇവിടെ എത്തിച്ചു. മണ്ണ് നീക്കൽ പരിപാടി അങ്ങനെ തന്നെ നീങ്ങുകയും ചെയ്തു. ഇനിയുള്ളത് താഴേക്ക് മനുഷ്യർ ഇറങ്ങി, മുങ്ങൽ വിദഗ്ധന്മാർ ഇറങ്ങി ഈ അർജുനെയും ട്രക്കിനെയും കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും സാധ്യമായ മാർഗം. അതിലിപ്പോൾ പ്രാദേശിക തലത്തിലുള്ള ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഇതിൽ പരിചയമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെടുന്നത്, കേരള സർക്കാർ ആവശ്യപ്പെടുന്നത്, മന്ത്രി മുഹമ്മദ് റിയാസും എല്ലാം ആവശ്യപ്പെടുന്നത് നേവിയുടെ സഹായം കൂടുതൽ വേണ്ടി വരുന്നു എന്നുള്ളതാണ്. കാരണം സാങ്കേതിക വൈദഗ്ധ്യവും ഇത്രയധികം ഇത്ര മേഖലകളിൽ അനുഭവം കൂടുതലുള്ളത് നേവിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നേവിയുടെ കൂടുതൽ സഹായം വേണമെന്നുള്ള കാര്യം ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇനി മനുഷ്യർ മാത്രമാണോ, മനുഷ്യർ ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുകയുള്ളൂ? ഏതെങ്കിലും സാങ്കേതിക ഉപകരണങ്ങൾ ഇനിയുമായി ബന്ധപ്പെട്ട് എത്തിക്കാനുണ്ടോ? അത് അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉന്നത യോഗത്തിൽ ആ വിഷയങ്ങൾ ചർച്ചയായോ? സംസ്ഥാന സർക്കാർ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? സിജു, അതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാങ്കേതികമായും വൈദഗ്ധ്യമുള്ള ടീമായും ഏതെങ്കിലും രീതിയിൽ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രിക്കുമെല്ലാം തന്നെ കത്തയച്ചിരിക്കുന്നത്. ഏതായാലും ഈ വെള്ളത്തിനടിയിലെത്തി പരിശോധന നടത്തുക എന്നുള്ളതാണ് പ്രധാനം. ഈ ഐബോർഡ് സംവിധാനമടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ കഴിഞ്ഞ ദിവസം സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞു. ആ സ്ഥലത്ത് ഇനി പരിശോധിക്കണമെങ്കിൽ വെള്ളത്തിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന ആവശ്യമാണ്. ആ പരിശോധന നടത്തണമെങ്കിൽ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ സംസാരിച്ച മുഹമ്മദ് റിയാസ് അതോടൊപ്പം തന്നെ മന്ത്രി എ.കെ. ശശീന്ദ്രൻ എന്നിവരും പറയുന്നത് ഇതാണ്. നിലവിൽ ഇന്ത്യയിൽ നാവികസേന ആസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ വൈദഗ്ധ്യമുള്ള സംഘം ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ഏതായാലും സർക്കാർ സംവിധാനം മാത്രമല്ല, അതിന് പുറത്തുള്ള സംവിധാനം കൂടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം. 12ാം ദിവസത്തിൽ ഈ മുങ്ങൽ വിദഗ്ധരായ 8 അംഗ സംഘത്തിന്റെ സേവനമാണ് ഇന്ന് ഉപയോഗപ്പെടുത്തുന്നത്. ഈശ്വർ മാൽപ്പെ, ഉടുപ്പി മാൽപ്പയിൽ നിന്നുള്ള ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഒരു പരിശോധന കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇതിനേക്കാളും വലിയ കുത്തൊഴുക്കുള്ള സ്ഥലങ്ങളിൽ പോലും പരിശോധന നടത്താനും ആളുകളെ കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും അവർക്ക് സാധ്യമാകുമെന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവരുടെ പരിശോധന കൂടി അല്പസമയത്തിനകം ആരംഭിക്കും. അതിനു പിന്നാലെ തന്നെ മറ്റ് സാധ്യതകൾ കൂടി തേടുകയാണ് സിജു. ഇപ്പോൾ നിലവിൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾക്ക്, അതായത് സമാന്തരമായി നേരത്തെ സിജു പറഞ്ഞതുപോലെ തന്നെ ഒരേ സമയം സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ, അത് നേവിയുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ പ്രാദേശിക തലത്തിൽ കർണാടകത്തിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരുടെ സഹായവും ലഭ്യമാക്കുന്നുണ്ട്. സമാന്തരമായി മറ്റ് ഈ സാങ്കേതിക ഉപകരണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലും സംസ്ഥാന സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തുകയും എല്ലാവിധ മാർഗ്ഗങ്ങളും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇന്നലെ തന്നെ മന്ത്രിമാർ വ്യക്തമാക്കിയത് ഈ ദൗത്യം ഏത് പ്രതിസന്ധി ഘട്ടത്തിനും ഉപേക്ഷിക്കില്ല എന്ന് തന്നെയാണ്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെയോടുകൂടി പോയിന്റുകൾ ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തെങ്കിലും ഇന്ന് ഉന്നത യോഗത്തിൽ ശക്തമായ നിലപാട് മന്ത്രിമാർ കൈക്കൊണ്ടതിനെ തുടർന്നാകണം എന്തായാലും വൈകുന്നേരത്തോടെ പോയിന്റുകൾ എത്തിക്കുകയും ചെയ്തു. ഏതായാലും തുടരുക.